യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. ആത്മാവേ എന്നിൽ നിറയണമേ, ആത്മാവേ എന്നിൽ നിറയണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ. ഷേമ ഇസ്രായേലിൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്വാഗതം. നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രവൃത്തികളിലും നാം ദൈവത്തിൻ്റെ സഹായം അപേക്ഷിക്കുന്നുണ്ട്. ഓരോ പ്രതിസന്ധി ഘട്ടങ്ങൾ മാറിപ്പോകുമ്പോഴും നാം അതിയായി സന്തോഷിക്കുന്നു. എന്നാൽ അപ്പോഴൊക്കെ നാം ഒരു കാര്യം ശ്രദ്ധിക്കണം, നാം കൈവരിക്കുന്ന നേട്ടങ്ങളൊക്കെ ദൈവത്തിൻ്റെ പ്രവൃത്തിയാണോ എന്ന്. കാരണം ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് ഏറ്റവും പ്രാധാന്യം. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സഹനങ്ങളൊക്കെ ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. അതുകൊണ്ട് തന്നെ അവയെ നാം ഏറ്റവും സന്തോഷത്തോടു കൂടി വേണം ഏറ്റെടുക്കുവാൻ. ഈ അവസരങ്ങളിലൊക്കെ ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നു എന്ന ബോധ്യമായിരിക്കണം നമുക്കുണ്ടാകേണ്ടത്. വിശുദ്ധ ജോൺ മരിയ വിയാനി ഇപ്രകാരം പറയുന്നു: ഈ ലോകത്തിലെ എല്ലാ സൽപ്രവൃത്തികളും കൂട്ടിവച്ചാലും ഒരു വിശുദ്ധ കുർബാനയുടെ വില വരില്ല. കാരണം വിശുദ്ധ കുർബാന ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നുണ്ടെന്ന് ഇന്നത്തെ ഷേമ ഇസ്രായേലിലൂടെ നമുക്ക് മനസ്സിലാക്കാം. വചന സന്ദേശം നമുക്കായി നൽകുന്നത് കാരീസ് ഭവന്റെ ഡയറക്ടർ കുര്യൻ കാരിക്കലച്ചനാണ്. അച്ഛൻ്റെ വാക്കുകൾക്കായി നമുക്ക് കാതോർക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് ചിന്തിക്കുന്ന വിഷയം ദൈവത്തിൻ്റെ പ്രവൃത്തി എത്രയോ പ്രാധാന്യമുള്ളതാണ് എന്നതിനെക്കുറിച്ചാണ്. നമ്മൾ ഈ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിച്ചൊരുങ്ങാം. 1 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, കർത്താവിൻ്റെ വചനം തിരസ്കരിച്ചാൽ, കർത്താവിൻ്റെ വചനത്തിനെതിരെ നമ്മൾ പോയാൽ കാലിടറി വീഴുന്ന അവസ്ഥ നമുക്കുണ്ടാകാം. വീഴ്ചയിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കാൻ കർത്താവിൻ്റെ വചനം സഹായിക്കുന്നു. ആ വചനം തിരസ്കരിക്കുമ്പോൾ അത് വീഴ്ചയ്ക്ക്, ഇടർച്ചയ്ക്ക് കാരണമായി തീരും. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ അയക്കണമേ. വചനം പ്രഘോഷിക്കുവാനും വചനം ശ്രവിക്കുവാനും ഗ്രഹിക്കുവാനും അതിന് പ്രത്യുത്തരം നൽകുവാനും ഞങ്ങൾക്ക് വേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ സഹായമാണ്. തിന്മയുടെ സകല ദ്രോഹങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ അങ്ങയുടെ വചനത്തിൽ ഞങ്ങൾ വളരുവാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നത്തെ വചനവിരുന്നിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് കർത്താവിൻ്റെ പ്രവൃത്തിക്ക് നമ്മൾ എത്രമാത്രം പ്രാധാന്യം നൽകണം എന്നതിനെക്കുറിച്ചാണ്. ഏതാനും ചില വചനഭാഗങ്ങളിലൂടെ നമ്മൾ കണ്ണോടിക്കുമ്പോൾ ഈ യാഥാർത്ഥ്യം വളരെ വ്യക്തമായി ദൈവം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 2 വചനങ്ങൾ
പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നുള്ള 2 വചനങ്ങൾ നമ്മൾ എടുക്കുന്നുവെങ്കിൽ, ഒന്ന് മത്തായിയുടെ സുവിശേഷം 21 അധ്യായത്തിൻ്റെ 42 വചനം, സങ്കീർത്തനം 118 22 23 വചനങ്ങൾ. പഴയ നിയമത്തിൽ നിന്നുള്ള ഈ വചനത്തെ പുതിയ നിയമത്തിൽ കർത്താവ് വ്യാഖ്യാനിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ 2 വചനഭാഗങ്ങളിലും പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ്: പണിക്കാരുപേക്ഷിച്ച കല്ല് മൂലക്കല്ലായി തീർന്നു. ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. പണിക്കാരുപേക്ഷിച്ചത് മൂലക്കല്ലായി തീർന്നു. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്, പത്രോസ്ലീഹായും പൗലോസ്ലീഹായും ഒക്കെ അവരുടെ പ്രസംഗത്തിൽ ഈ കാര്യം സൂചിപ്പിക്കുകയുണ്ടായി. പണിക്കാരുപേക്ഷിച്ച കല്ല് മൂലക്കല്ലായി തീർന്നു. അതാണ് യേശു ക്രിസ്തു എന്ന്. പ്രിയപ്പെട്ടവരെ, ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, അത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. നമുക്ക് കർത്താവിൻ്റെ പ്രവൃത്തിയെ ചോദ്യം ചെയ്യാൻ അവകാശമില്ല. വീണ്ടും മറ്റു പല വചനഭാഗങ്ങളും ഈ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നത് കാണാൻ സാധിക്കും. പ്രഭാഷകന്റെ പുസ്തകം 39 അധ്യായത്തിൻ്റെ 33 വചനവും ഇക്കാര്യം തന്നെ എടുത്തു കാണിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. ദൈവത്തിൻ്റെ പ്രവൃത്തി അത് അത്യുത്തമമാണ്. ആ പ്രവൃത്തിയാൽ നമുക്കൊരു രോഗം വന്നായിരിക്കാം, രോഗസൗഖ്യം വന്നതായിരിക്കാം, പരാജയം വന്നതായിരിക്കാം, വിജയം വന്നതായിരിക്കാം. അവയെല്ലാം അത്യുത്തമമാണ് എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് കാണാൻ സാധിക്കും, യോഹന്നാന്റെ സുവിശേഷം 11 അധ്യായത്തിൽ ലാസർ രോഗിയായി കിടന്നപ്പോൾ വിവരം അവനെ അറിയിച്ചു. എന്നാൽ രോഗിയായ ലാസറിനെ കാണാൻ യേശു പോകുന്നില്ല. ശിഷ്യന്മാരെ തന്നെ അതിശയിപ്പിച്ച ഒരു കാര്യം. പക്ഷെ അതോടൊപ്പം കർത്താവ് സൂചിപ്പിച്ച ഒരു കാര്യം ഇതാണ്: ഈ രോഗം മരണത്തിൽ തീരേണ്ടതല്ല, അത് ദൈവമഹത്വത്തിൽ കലാശിക്കേണ്ടതാണ്. പ്രിയപ്പെട്ടവരെ, യോഹന്നാന്റെ സുവിശേഷം 9 അധ്യായത്തിലും നമുക്ക് കാണാൻ സാധിക്കും, ജന്മന അന്ധനായ ഒരു വ്യക്തിയെക്കുറിച്ച് ശിഷ്യന്മാർ പോലും ചോദിക്കുകയുണ്ടായി, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? ഇവൻ്റെ പാപമോ പൂർവികരുടെ പാപമോ? അതിനും മറുപടിയായി കർത്താവ് പറഞ്ഞത്, അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തി, ദൈവമഹത്വത്തിന് വേണ്ടിയുള്ള പ്രവൃത്തി. ഒരുപക്ഷെ ആദ്യം അത് നമുക്ക് മനസ്സിലായെന്ന് വരില്ല, പിന്നീട് അതിൻ്റെ അർത്ഥം നമുക്ക് വെളിപ്പെട്ട് കിട്ടും. പ്രഭാഷകൻ 39 അധ്യായം പല ആവർത്തി എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, ദൈവത്തിൻ്റെ പ്രവൃത്തിയെ നിങ്ങൾ ചോദ്യം ചെയ്യരുത്. തക്ക സമയത്ത് അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് പിടികിട്ടും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാൻ ആഗ്രഹിച്ചും ദൈവത്തിൻ്റെ പ്രവൃത്തി അംഗീകരിച്ചും നമ്മൾ ജീവിതത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ അത് നമ്മുടെയും നന്മയ്ക്കായി ഭവിക്കും. യോഹന്നാൻ 9 സംഭവം നമുക്കറിയാം. പിന്നീട് ആ യാചകന്, ജന്മന അന്ധനായവന് കർത്താവ് കാഴ്ച നൽകി. അതേ തുടർന്ന് അവൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റം കണ്ട് അനേകര് ദൈവത്തിൽ വിശ്വസിച്ചു. സൗഖ്യം പ്രാപിച്ച ആ അന്ധൻ പിന്നീട് കർത്താവിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി പോയി പ്രവർത്തിക്കുന്നത് കാണാൻ പറ്റും. ഒരുപക്ഷെ അവൻ കാഴ്ചയുള്ളവനായി ജനിച്ച് കാഴ്ചയുള്ളവനായി ജീവിതത്തിൽ തുടർന്നെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ആ വൻ കാര്യങ്ങൾ അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചെന്ന് വരില്ലായിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, കർത്താവിൻ്റെ പ്രവൃത്തി എപ്പോഴും അത്യുത്തമമാണ്. അത് അംഗീകരിക്കാൻ സാധിക്കുന്നവർക്ക് അതിലെ നന്മ ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചറിയാൻ സാധിക്കും. ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ്. ഒരു സഹോദരി പറഞ്ഞതാണ്, അവരുടെ ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലത്തുണ്ടായ ചില കാര്യങ്ങൾ, അതിൻ്റെ സ്വാധീനം മൂലമായിരിക്കാം ഇന്ന് അവർ 40-45 വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീയാണ്. അവർ പറയാണ്, ഒരു പ്രാവശ്യം ഒരു മാങ്ങാപ്പഴം കഴിച്ചു, ശരീരം മൊത്തം തടിച്ചു പൊങ്ങി. വേറൊരു പ്രാവശ്യം ചക്കപ്പഴം കഴിച്ചു, അവരുടെ ശരീരത്തിൽ അതിൻ്റെ റിയാക്ഷൻ ഉണ്ടായി.
അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നേരത്തെ ഇല്ലായിരുന്നാണ്. അലർജി ആയിരിക്കാം എന്നാണ് അവർ കരുതിയത്. പിന്നെ മാങ്ങാപ്പഴം കഴിക്കാതിരുന്നു, ചക്കപ്പഴവും ഒഴിവാക്കിയിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർക്ക് അങ്ങനെ ശക്തമായി ദൈവം അവർക്കൊരു ചിന്ത മനസ്സിൽ വെച്ചു കൊടുത്തു. ചെറുപ്പത്തിലെ കാര്യങ്ങൾ ഓർക്കാൻ, കുട്ടിക്കാലത്തെ കാര്യങ്ങൾ ഓർക്കാൻ അവരുടെ മനസ്സിലേക്ക് വന്നു. ആ കുട്ടിക്കാലത്ത് അവർ ചെയ്തിരുന്ന ചില കുറുമ്പുകൾ, അയൽവക്കക്കാരുടെ മാങ്ങ വീഴുമ്പോൾ അവർ കാണാതെ അത് പെറുക്കിയെടുത്ത് ഓടാനും, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ എന്ന് പറഞ്ഞാൽ അവരുടെ പറമ്പിൽ വീണ ചക്കയായിരിക്കാം അത് എടുത്തുകൊണ്ട് പോകാനുമൊക്കെ അന്ന് ഒരു വലിയ ഒരു താല്പര്യമായിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ രംഗങ്ങളെല്ലാം ഇവരുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നു. ഏതായാലും ആ സ്ത്രീ പ്രാർത്ഥിച്ച് നല്ലൊരു കുമ്പസാരത്തിനായിട്ട് ഒരുങ്ങി. ഈ മാങ്ങാപ്പഴം പെറുക്കിയതും ചക്ക എടുത്തുകൊണ്ട് പോയതുമൊക്കെ കുമ്പസാരിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ അവർ നേരത്തെ ചിന്തിച്ചിരുന്നതാണ്. ഏതായാലും ഇങ്ങനെ ശക്തമായ ഒരു ചിന്ത മനസ്സിൽ വന്നതുകൊണ്ട് അവരനുദപിച്ച് നല്ലൊരു കുമ്പസാരത്തിന് പോയി. ആ കുമ്പസാരത്തിൽ ഈ കാര്യങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് പാപമോചനം യാചിച്ചു. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ അവരുടെ ജീവിതത്തിലുണ്ടായ കാര്യം? ഈ കുമ്പസാരത്തിന് ശേഷം ഇവർ അലർജിക്ക് മരുന്നും എടുത്തിട്ടില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇന്നവർ എത്രമാത്രം മാങ്ങാപ്പഴം കഴിച്ചാലും ചക്കപ്പഴം കഴിച്ചാലും അവരെ സംബന്ധിച്ചിടത്തോളം അത് ഒരലർജിക്ക് കാരണമാകുന്നില്ല. ദൈവത്തിൻ്റെ പ്രവൃത്തി. കുമ്പസാരമാണെങ്കിലും മറ്റേത് കൂദാശയാണെങ്കിലും നമുക്കറിയാം അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. വിശുദ്ധ ജോൺ മേരി വിയാനി പഠിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ ലോകത്ത് സൽപ്രവൃത്തികൾ ചെയ്യുന്ന ധാരാളം വ്യക്തികളുണ്ടല്ലോ. എനിക്കറിയാം ചില കുടുംബങ്ങൾ ലക്ഷങ്ങൾ ചാരിറ്റിക്കായിട്ട് കൊടുത്തിട്ടുള്ള വ്യക്തികൾ, അങ്ങനെയുള്ള കുടുംബങ്ങൾ. അപ്പം അതെല്ലാം വെച്ച് നോക്കുമ്പോൾ എന്തുമാത്രം സൽപ്രവൃത്തികൾ ചെയ്യുന്ന ആളുകളെ നമുക്ക് കണ്ടുമുട്ടാൻ പറ്റും. ജോൺ മേരി വിയാനി പറഞ്ഞത് ഈ സൽപ്രവൃത്തികളെല്ലാം ഒരുമിച്ച് കൂട്ടിയാലും അവയ്ക്ക് ഒരു വിശുദ്ധ കുർബാനയുടെ മൂല്യം വരില്ല എന്ന്. ഒരു വിശുദ്ധ കുർബാനയുടെ മൂല്യം. അതിൻ്റെ കാരണം അദ്ദേഹം പറഞ്ഞത് സൽപ്രവൃത്തികൾ മനുഷ്യർ ചെയ്യുന്ന പ്രവൃത്തികളാണ്. മനുഷ്യർ അവർ ലോകത്തിൻ്റെ ഏത് വശങ്ങളിലാണെങ്കിലും സൽപ്രവൃത്തികൾ ചെയ്യുമ്പോൾ അത് മനുഷ്യൻ്റെ പ്രവൃത്തിയാണ്. വിശുദ്ധ കുർബാന ലോകത്തെവിടെ അർപ്പിക്കപ്പെട്ടാലും വിശുദ്ധ കുർബാന ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. അതാണ് വിശുദ്ധ ജോൺ മേരി വിയാനി പഠിപ്പിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വലിയ സ്ഥാനമുണ്ട്. ദൈവത്തെ കൊണ്ട് പ്രവർത്തിപ്പിക്കാൻ നമുക്ക് സാധിച്ചാൽ അത് നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ വെളിച്ചത്തിൽ ഒരു 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് നമുക്ക് ഏറ്റെടുക്കാം. ഒന്നാമത്തെ കാര്യം, ദൈവം പ്രവർത്തിച്ചാൽ ഏതവസ്ഥയിലും മാറ്റം കടന്നു വരാം. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. ഏത് പ്രശ്നം പരിഹരിക്കാനും നമ്മുടെ ദൈവത്തിന് കഴിവുണ്ട് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, മനുഷ്യരൊക്കെ പ്രതീക്ഷ കൈവിടുന്ന സാഹചര്യത്തിൽ പോലും ദൈവം പ്രവർത്തിച്ച് അത്യത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിച്ചതിൻ്റെ കാര്യങ്ങൾ ഇഷ്ടം പോലെ ബൈബിളിൽ പോലും നമുക്ക് കാണാൻ പറ്റും. നമ്മുടെയൊക്കെ ചുറ്റുപാട് നോക്കിയാൽ ഓരോരുത്തരും അവരുടെ അനുഭവ സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ മനുഷ്യർ ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞിടത്തും കർത്താവ് അത്ഭുതകരമായി കാര്യങ്ങൾ നടത്തി. നമുക്ക് ഏതാനും ബൈബിൾ ഭാഗങ്ങളിലൂടെ കടന്നു പോയാൽ ഈ യാഥാർത്ഥ്യം നമ്മുടെ ജീവിതത്തിലൊരു ബോധ്യമായിട്ട് മാറും. ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായം 3-ാമത്തെ വചനം വായിച്ചാൽ അബ്രാഹത്തിന് വേണ്ടി അത്യത്ഭുതകരമായി കർത്താവ് പ്രവർത്തിച്ച ഒരു രംഗം. അബ്രാഹത്തിൻ്റെ ഭാര്യയെ അബിമലക്ക് അവൻ്റെ കൊട്ടാരത്തിലെത്തിച്ചു. അവൻ്റേതായിട്ടുള്ള പ്ലാനുകളും പദ്ധതികളും ഉണ്ടായിരുന്നു. എന്നാൽ ദൈവം അബിമലക്കിന് ഒരു സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞത്,
ഈ സ്ത്രീ, നീ ഇവിടെ കൊണ്ടുവന്ന് വച്ചിരിക്കുന്ന ഈ സ്ത്രീ, അവൾ മൂലം നീ പിണമായി തീരും. സംഭവിക്കാതിരിക്കണമെങ്കിൽ എത്രയും വേഗം അവളെ അബ്രാഹത്തിൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് അവൻ്റെ അനുഗ്രഹം വാങ്ങി തിരിച്ചു വരിക. പ്രിയപ്പെട്ടവരെ, അവിടെ തിരിച്ചു പറയാൻ അബിമേലെക്കിന് പറ്റിയില്ല, കണക്ക് പറയാൻ അവന് പറ്റിയില്ല. അവൻ ചെയ്തത് ആ നിമിഷം തന്നെ സാറായെ അബ്രാഹത്തിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് അവൻ അനുഗ്രഹം വാങ്ങി തിരിച്ചു വരുന്നത് ഈ അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. കർത്താവിൻ്റെ പ്രവൃത്തി മനുഷ്യരുടെ പ്രവർത്തനങ്ങളെക്കാളെല്ലാം വളരെ വിശിഷ്ടമാണ്, ഫലം പുറപ്പെടുവിക്കുന്നതാണ്. പുറപ്പാട് പുസ്തകത്തിലൂടെ കടന്നുപോയാൽ നമുക്ക് കാണാൻ സാധിക്കും. 14-ാം അധ്യായത്തിൻ്റെ 14 മുതലുള്ള വചനങ്ങൾ വായിച്ചാൽ മതി. ഇസ്രായേൽക്കാർക്ക് വേണ്ടി കർത്താവ് അത്ഭുതകരമായ ഒരു കാര്യം ചെയ്തു. ചെങ്കടൽ വറ്റിച്ചു. ചിലരൊക്കെ അതൊക്കെ അതിശയോക്തിയാണ് എന്ന് പറഞ്ഞ് വിശ്വസിക്കാതിരിക്കുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, കടലിലെ വെള്ളം കംപ്ലീറ്റ് മാറ്റിയതാകണമെന്നില്ല. ഒരു വേലിയിറക്കം വരാൻ കർത്താവ് അനുവദിച്ചാൽ പോരെ, അവർക്കതിലെ പോകാനും രക്ഷപ്പെടാനുമുള്ള ഒരവസരം കർത്താവ് ഒരുക്കി കൊടുത്തു. അതിന് കർത്താവ് ആവശ്യപ്പെട്ട ഒരു കാര്യം ഇതാണ്: ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിക്കുക. ജനം കടലിനോട് ചേർന്ന് നിൽക്കട്ടെ. മോശയോട് പറഞ്ഞു, നിനക്ക് നൽകപ്പെട്ടിരിക്കുന്ന വടി കയ്യിലെടുത്ത് കടലിൻ്റെ നേരെ നീട്ടിപ്പിടിക്കുക. അവൻ ഇക്കാര്യങ്ങൾ ചെയ്തു. തൽഫലമായിട്ട് ദൈവം അവിടെ പ്രവർത്തിച്ചു. വലിയ ഒരത്ഭുതം അവിടെ സംഭവിച്ചു. ഇസ്രായേൽ ജനം രക്ഷിക്കപ്പെട്ടു. അവരുടെ ശത്രുക്കൾ നാശവഴിയിലേക്ക് നയിക്കപ്പെട്ടു. അതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി. എൻ്റെ പ്രിയപ്പെട്ടവരെ, 1,00,000 ആളുകൾ ഒരുമിച്ച് കൂടി ചെയ്യാൻ നോക്കിയാൽ നടക്കുന്നൊരു കാര്യമായിരുന്നു ദൈവം ഒറ്റയ്ക്ക് അവിടെ നിന്ന് ഇസ്രായേൽ ജനത്തിന് വേണ്ടി ചെയ്തത്. മനുഷ്യരുടെ പ്രവർത്തനങ്ങളെക്കാൾ ദൈവത്തിൻ്റെ പ്രവൃത്തി അത്യുത്തമമാണ്. നാളുകൾക്ക് മുമ്പ് ഞാൻ വായിച്ച ഒരു സ്റ്റോറി ഒരു പയ്യൻ്റെ കാര്യമാണ്. അവൻ്റെ മുറ്റം കഴിഞ്ഞ് പറമ്പാണ്. അവിടെ നിന്ന സമയത്ത് ഒരു കല്ല്, വലിയൊരു കല്ല് അവിടെ കിടക്കുന്നത് കണ്ടു. അവൻ ചെന്ന് ആ കല്ല് ഉരുട്ടി മാറ്റാൻ നോക്കി. അവൻ എത്ര നോക്കിയിട്ടും അത് മാറുന്നില്ല. ആ സാഹചര്യത്തിൽ അവന് ഇത് പറ്റില്ല എന്ന് വിചാരിച്ച് തിരികെ പോകാൻ തുടങ്ങിയപ്പോഴാണ് അവൻ്റെ അപ്പൻ, ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന അവൻ്റെ അപ്പൻ അവനോട് പറഞ്ഞു, മോനെ, വേണമെങ്കിൽ നിനക്ക് ആ കാര്യം ചെയ്യാൻ പറ്റും, നിനക്കതിന് സാധിക്കും. അവൻ വീണ്ടും പോയി ഒന്നുകൂടെ ഉന്തി നോക്കി. കല്ല് മാറിയില്ല. അവൻ ഇട്ടേച്ചു പോകാൻ തുടങ്ങിയപ്പോൾ അപ്പൻ വീണ്ടും പറഞ്ഞു, നിനക്കത് ചെയ്യാൻ പറ്റും. അവന് പരിഹാസപൂർവ്വം അപ്പനോട് ചോദിച്ചു, എന്നെ കളിയാക്കുവാണോ? എനിക്കിത് ചെയ്യാൻ പറ്റുകയില്ലെന്ന് എനിക്ക് മനസ്സിലായി. അതിന് മറുപടിയായിട്ട് അപ്പൻ പറഞ്ഞൊരു കാര്യം നമ്മളൊക്കെ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട കാര്യമാണ്. അപ്പൻ പറഞ്ഞു, മോനെ, നീ കണ്ടതല്ലേ ഞാനിവിടെ നിൽക്കുന്നത്. നീ എന്നോട് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാനും നിന്നോടൊപ്പം വന്ന് നമ്മൾ രണ്ടുപേരും ചേർന്ന് ആ കല്ലുന്തിയാൽ അത് അവിടുന്ന് മാറില്ലായിരുന്നോ? പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പ്രവൃത്തി, അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നവർക്കാണ് ഈ ഒരവസ്ഥയിലേക്ക് കടന്നു വരാൻ സാധിക്കുക. വീണ്ടും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട അടുത്ത കാര്യം ഇതാണ്: ദൈവത്തെ കൊണ്ട് നമ്മൾ പ്രവർത്തിപ്പിക്കണം. അത് നമ്മുടെ ഒരു കടമയാണ്, ദൈവത്തെ കൊണ്ട് പ്രവർത്തിപ്പിക്കുക എന്നുള്ളത്. ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 22 മുതൽ വായിച്ചാൽ, മരണവക്കിലെത്തി നിന്ന ശിഷ്യന്മാർ കർത്താവിനെ വിളിച്ചുണർത്തി കർത്താവിനെ കൊണ്ട് പ്രവർത്തിപ്പിച്ചു. അവിടെ അവർ ദൈവത്തിൻ്റെ വലിപ്പം തിരിച്ചറിഞ്ഞ് അവർ അത്ഭുതത്തോടെ സംസാരിച്ചൊരു കാര്യം അവിടെ കൊടുത്തിട്ടുണ്ട്. ഇവൻ ആര്? കാറ്റിനോടും കടലിനോടും ഇവൻ കൽപ്പിക്കുകയും അത് സംഭവിക്കുകയും ചെയ്യുന്നല്ലോ. അവസാനമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്യാൻ നമ്മൾ തയ്യാറാകണം. പ്രിയപ്പെട്ടവർ, കർത്താവ് അത്ഭുതം പ്രവർത്തിക്കണമെങ്കിൽ വളരെ വളരെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് മനുഷ്യൻ്റെ സഹകരണം. നമ്മൾ കാണുന്നുണ്ട്, 5 അപ്പവും 2 മീനും കർത്താവിൻ്റെ കയ്യിൽ വന്നപ്പോഴാണ് അവിടെ ഒരു അത്ഭുതം നടന്നത്.
യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 9 മുതലുള്ള വചനങ്ങളുടെ സന്ദേശം അതാണ്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം വായിച്ചാൽ 2 കാര്യങ്ങൾ മനുഷ്യരെ കൊണ്ട് ദൈവം ചെയ്യിച്ചു ഒരത്ഭുതം നടക്കുന്നതിന് മുമ്പ്. ഒന്ന്, കല്ലുരുട്ടി മാറ്റാൻ പറഞ്ഞു, അവരത് ചെയ്തു. 2-ാമത്തെ കാര്യം, അവൻ്റെ കെട്ടഴിച്ചു വിടാൻ അവനോട് പറഞ്ഞു, അവരത് ചെയ്തു. ആ സാഹചര്യത്തിൽ മരിച്ചു കിടന്നവൻ എഴുന്നേറ്റ് നിൽക്കുന്നതും അവന് സഞ്ചരിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, കൽഭരണികളിൽ വെള്ളം നിറയ്ക്കാൻ കർത്താവ് ആവശ്യപ്പെട്ടു. ആ സേവകര് അത് ചെയ്തു കഴിഞ്ഞപ്പോഴാണ് അവിടെ ഒരു അത്ഭുതമുണ്ടായത്. മനുഷ്യൻ ചെയ്യേണ്ടത് ചെയ്തിട്ട് കർത്താവിൽ വിശ്വാസം അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടെയാണ് ഏറ്റവും വലിയ അത്ഭുതം നടക്കുക. ഈ അത്ഭുതം നമ്മുടെ ജീവിതത്തിലും കാണുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിലേക്ക് നമുക്കിപ്പോൾ കടന്നു വരികയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ആരാധനയുടെ സമയമാണ്. ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തി നമ്മൾ കാണുന്ന സമയമാണ്. 46-ാമത്തെ സങ്കീർത്തനത്തിൽ സങ്കീർത്തകൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, വരുവിൻ കർത്താവിൻ്റെ പ്രവൃത്തികൾ നമുക്ക് കാണാം. ആ പ്രവൃത്തിയാണ് ഈ ആരാധനയുടെ സമയത്ത് നമ്മൾ കാണേണ്ടത്. വചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കി, നമ്മുടെ അധ്വാനത്തെക്കാൾ പ്രധാനപ്പെട്ടതാണ് ദൈവത്തെ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിപ്പിക്കുക എന്നുള്ളത്. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഹൃദയം ഉപയോഗിക്കുക. പ്രാർത്ഥനയിൽ ഹൃദയം ഉപയോഗിച്ച് കർത്താവിനോട് നിലവിളിക്കുക. അപ്പോൾ കർത്താവ് നമുക്കായി പ്രവർത്തിക്കും. നമുക്ക് ആ ഒരു ബോധ്യത്തിലേക്ക് കടന്നു വരാം. ജീവിക്കുന്ന ദൈവത്തെ ഈ ദിവ്യകാരുണ്യത്തിൽ നമുക്കൊന്ന് കാണാം. നമ്മുടെ വിശ്വാസം ഉറക്കെ പ്രഖ്യാപിച്ച് ആ ദൈവത്തെ വിളിക്കാം, ആ ദൈവത്തെ സ്തുതിക്കാം, ആ ദൈവത്തെ ആരാധിക്കാം. അപ്പോൾ നമുക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കും. നമുക്ക് ആവശ്യമായതെല്ലാം കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് അയച്ചു തരും. നമുക്ക് ഒന്ന് ചേർന്ന് കർത്താവിനെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. കർത്താവേ, അങ്ങ് ജീവിക്കുന്ന ദൈവമാണ്, അങ്ങ് ഞങ്ങൾക്കായി പ്രവർത്തിക്കുന്ന ദൈവമാണ്. കർത്താവേ, അങ്ങ് പ്രവർത്തിച്ചാൽ ഞങ്ങളുടെ ഏത് പ്രശ്നത്തിനും പരിഹാരമുണ്ടാകും. ആ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രിയപ്പെട്ടവരെ, വചനത്തിൽ നമ്മൾ കണ്ടു കർത്താവിനെ കൊണ്ട് നമ്മൾ പ്രവർത്തിപ്പിക്കണം എന്നുള്ളത്. ദൈവം പ്രവർത്തിക്കും, ദൈവം പ്രവർത്തിക്കും. പക്ഷെ ആ ദൈവത്തെ കൊണ്ട് മനുഷ്യരായ നമ്മൾ പ്രവർത്തിപ്പിക്കണം. ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 22 മുതലുള്ള വചനങ്ങളിൽ നമ്മൾ കണ്ടു, ശിഷ്യന്മാർ കർത്താവിനെ വിളിച്ചുണർത്തി. അവർക്ക് വേണ്ടി കർത്താവ് എഴുന്നേറ്റ് നിന്ന് പ്രവർത്തിച്ചു. കടലും കാറ്റും സകലതും ശാന്തമായി. മരണവക്കിൽ നിന്ന് അവർ രക്ഷ പ്രാപിച്ചു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയിലൂടെ യേശുവിനെ നമുക്കും നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ ഉണർത്താം. അപ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. നമ്മൾ കാണുന്നുണ്ട്, വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയ്ക്ക് നിശ്ചയമായിട്ടും കർത്താവ് പ്രതിഫലം നൽകിയിരിക്കും. മത്തായി 15 കാനാൻകാരിയുടെ വിശ്വാസം. ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം ശതാധിപൻ്റെ വിശ്വാസത്തോടു കൂടിയുള്ള അവൻ്റെ പ്രാർത്ഥന. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായത്തിൽ രക്തസ്രാവക്കാരി സ്ത്രീ, അവരുടെയൊക്കെ വിശ്വാസത്തിന് കർത്താവ് വലിയ വില കൽപ്പിച്ചു, പ്രതിഫലം നൽകുകയും ചെയ്തു. നമ്മളും ഈ കർത്താവിനോട് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ കർത്താവ് നമുക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കും. നമ്മുടെ പ്രശ്നങ്ങൾ എന്തു തന്നെ ആകട്ടെ, നമ്മുടെ കുടുംബത്തിൻ്റെ അവസ്ഥ
എന്തു തന്നെ ആകട്ടെ വിശ്വാസത്തോടെ കർത്താവിനെ ഒന്ന് വിളിക്കാം. കർത്താവേ, അങ്ങ് എനിക്കായി ഒന്ന് പ്രവർത്തിച്ചാൽ എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകും. അതിനായി എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിലും അവിടുന്ന് എഴുന്നേറ്റ് നിന്ന് കൽപ്പിക്കണമേ, പ്രവർത്തിക്കണമേ എന്ന് യാചിച്ചുകൊണ്ട് കർത്താവിനോട് നിലവിളിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അവിടുത്തെ പ്രിയ മക്കളോട് ചേർന്ന് വൈദികരായി ഞങ്ങളും ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു, അങ്ങയോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ മക്കൾക്ക് വേണ്ടി നിലവിളിക്കുന്നു. കർത്താവേ, അവിടുത്തെ കരം നീട്ടിയവരെ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗത്താൽ വലയുന്നവര്, പാപത്തിൽ കുടുങ്ങിക്കിടക്കുന്നവര്, മനസ്സമാധാനമില്ലാതെ വിഷമിക്കുന്നവര്, കുടുംബത്തിൽ സമാധാനമില്ലാതെ നീറി വിഷമിക്കുന്ന മക്കള്, ഇവർക്കെല്ലാം വേണ്ടത് അങ്ങ് നൽകി അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പൗരോഹിത്യത്തിൻ്റെ അധികാരത്തിന് കീഴിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും സകല രോഗങ്ങളെയും പ്രശ്നങ്ങളെയും ശാസിച്ചു മാറ്റി നിങ്ങൾക്ക് സൗഖ്യവും വിടുതലും വിശുദ്ധീകരണവും നൽകുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ശിരസ് നമിക്കാം. പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം നമുക്കിപ്പോൾ ഏറ്റെടുക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.